Good morning dear students, I am Savinu. A warm welcome to Savinu's Maths Plus. ഇപ്പോൾ ഇന്ന് നമ്മൾ +1 ഫോക്കസ് ഏരിയയിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുൾ റിവിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് 2018, 19, 20 ഈ 3 വർഷങ്ങളിൽ ഫോക്കസ് ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഫുൾ റിവിഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ +1 ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മളിനി തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് +1 ഫോക്കസ് ഏരിയ പ്രോബബിലിറ്റി. എന്താ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ എന്ന് പറഞ്ഞ ഇവന്റ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എ നമുക്കറിയാം, നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇൻ ദ സാമ്പിൾ സ്പേസ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾ സ്പേസ്. ഇതെന്താ? നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഇൻ ദ സാമ്പിൾ സ്പേസ്. എക്ക് ഫേവറബിൾ ആയിട്ടുള്ള എത്ര കേസ് ഉണ്ട് നോക്കുക. ബൈ ഡിനോമിനേറ്ററിൽ എപ്പോഴും നമ്മൾ ടോട്ടൽ ആണ് എഴുതുക. ഇപ്പോൾ നോക്കറേ സിമ്പിൾ എക്സാമ്പിൾ, ഒരു ബോക്സിൽ 3 വൈറ്റ് ബോളും ഉണ്ട്, 5 ബ്ലാക്ക് ബോളും ഉണ്ട്. സോ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ? W എന്ന് പറഞ്ഞാൽ വൈറ്റ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് ബോൾസ്. നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 3 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എത്രയാണ്? 8. സോ വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ? നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ, നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു ബ്ലാക്ക് ബോൾ. ഇതാണ് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എത്രയാണ്? 5 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 8. So P of A is number of cases favorable to A by total number of cases in the sample space. P of not A എന്ന് പറഞ്ഞാലോ, P of not ഇത് A സംഭവിക്കാനുള്ള സാധ്യതയാണ്. P of not A എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എങ്ങനെ എഴുതാം? P of A കോംപ്ലിമെന്റ് എന്ന് എഴുതാം. P of A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ A സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത. ഇത് A സംഭവിക്കാനുള്ള സാധ്യത, ഇത് A സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതയാണ് P of not A എന്ന് പറഞ്ഞാൽ P of A കോംപ്ലിമെന്റ്. P of A കോംപ്ലിമെന്റ് കാണണമെങ്കിൽ 1 - P of A കണ്ടാൽ മതി. P of A കോംപ്ലിമെന്റ് എങ്ങനെയാണ്? 1 - P of A. നമുക്ക് ഈ ഒരു കൺസെപ്റ്റിനെ, ഈ സിമ്പിൾ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 2020 മോഡലിലും ഇത് HSA മാർച്ച് 2020 ആണ്. HSA അല്ല, HST ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020. അപ്പോൾ മോഡൽ 2020ലും മാർച്ച് 2020ലും ചോദിച്ചിട്ടുള്ള സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നോക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വെൻ 7 cards are drawn from pack of 52 cards it contains. നമുക്ക് 52 കാർഡ്സ് ആണ് ഒരു പെട്ടി ചീട്ടിലുള്ളത്. 52 കാർഡിൽ നമ്മൾ എത്ര കാർഡ് എടുക്കുന്നു? 7 കാർഡ് എടുക്കുന്നു. ഈ 52 കാർഡിൽ നിന്നും 7 കാർഡ് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 52 കാർഡിൽ എത്ര കിങ്സ് ഉണ്ടാവും? 4 കിങ് ഉണ്ടാവും. ഓരോ സ്യൂട്ടിലും ഓരോ കിങ് ഉണ്ടാവും അല്ലേ? 4 സ്യൂട്ട് ഏതൊക്കെയാണ്? ഡയമണ്ട്, ഹാർട്ട്, സ്പേഡ്, ക്ലബ്. ഈ 4 സ്യൂട്ടിലും ഓരോ കിങ് ഉണ്ടാവും. അപ്പോൾ 4 കിങ് ഉണ്ടാവും. കിങ് അല്ലാത്ത എത്ര എണ്ണം ഉണ്ടാവും? ബാക്കി 4 കഴിഞ്ഞാൽ 48. 52 കാർഡുള്ളത് അതിൽ 4 കിങ് ആയിരിക്കും, 4 കിങ് അല്ലാത്ത ചീട്ടുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് 52 കാർഡുള്ള ഓരോ പെട്ടിയിൽ നിന്ന് നമ്മൾ 7 കാർഡ്സ് ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെല്ലാം കിങ് ആവാനുള്ള സാധ്യത. എല്ലാം കിങ് ആവാന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര കിങ്ങേ ഉള്ളൂ? 4 കിങ്ങേ ഉള്ളൂ. അപ്പോൾ ഓൾ കിങ്സ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? P of 4 kings. ആകെ 4 കിങ്ങേ ഉള്ളൂ. ആകെ 7 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. അതിലെല്ലാ കിങ്ങും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ 4 കിങ് ഉണ്ടാവണം. 4 കിങ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ബാക്കി 3 എണ്ണം എന്താവണം? നോൺ കിങ്സ് ആവണം, കിങ് അല്ലാത്തതാവണം. ഇവിടെ ആണെങ്കിലോ P of 3 kings ആണ്. ഈ കേസിൽ P of 3 kings എന്ന് പറഞ്ഞാൽ 3 കിങ് ഉണ്ടാവണം. എത്ര എണ്ണം എടുക്കുന്നത്? 7 എണ്ണമാണ് എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം 4 എണ്ണം കിങ് അല്ലാത്തത്, നോൺ കിങ് ആയിരിക്കണം, കിങ്സ് അല്ലാത്തത്. അപ്പോൾ നോക്കാൻ വരുന്നു. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ കിങ്സ്? എല്ലാം കിങ് ആവാനുള്ള പോസിബിലിറ്റി. എല്ലാം കിങ് ആവണം എന്ന് പറഞ്ഞാൽ 7 എണ്ണമാണ് എടുക്കുന്നത്. അതിൽ മാക്സിമം 4 കിങ്ങേ ഉള്ളൂ. 48 കിങ് അല്ലാത്ത കാർഡും ഉണ്ട്. അപ്പോൾ 4 കിങ് ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? അപ്പോൾ നമുക്ക് ഒന്നിലധികം ഒബ്ജക്ട്സ് നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ കോമ്പിനേഷൻ്റെ റിസൾട്ട് ഉപയോഗിക്കണം. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ കോമ്പിനേഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു വൈറ്റ് ബോൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ എടുക്കാനുള്ള പോസിബിലിറ്റി, ഒരു ബോളെ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 7 കാർഡ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം എണ്ണം നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ നമ്മൾ ഏതിൻ്റെ റിസൾട്ട് ഉപയോഗിക്കണം? കോമ്പിനേഷൻ്റെ റിസൾട്ട് ഉപയോഗിക്കണം. അതായത് MCR എന്ന് ഉപയോഗിക്കണം. എന്താ MCR എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ R at a time, ഓർ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് R ഒബ്ജക്ട്സ് ഫ്രം എ ടോട്ടൽ ഓഫ് n.
n ഒബ്ജക്ട്സിൽ നിന്നും r ഒബ്ജക്ട്സ് എത്ര രൂപത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും, അതാണ് NCR. ഇപ്പൊ നോക്കുക 4 കിങ് ഇവിടെ വേണം. ആകെ എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. ഈ 4 കിങ്ങിൽ നിന്ന് ഈ 4 കിങ്ങും നമ്മൾ സെലക്ട് ചെയ്യണം. അത് എത്ര രൂപത്തിലാണ് സെലക്ട് ചെയ്യുക? 4 കിങ് ഉണ്ട്, അതിൽ നിന്ന് 4 എണ്ണം എത്ര രൂപത്തിലാണ് സെലക്ട് ചെയ്യുക? 4C4 ബേസിലാണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ ആൻഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഓർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അങ്ങനെ സിമ്പിളായിട്ട് ഓർത്തിരുന്നാൽ മതി. അപ്പൊ 4 കിങ്സ് 4 കിങ്സ് എത്ര രൂപത്തിലാണ് സെലക്ട് ചെയ്യുക? 4C4 ബേസിലാണ് സെലക്ട് ചെയ്യുക. 3 നോൺ കിങ്സ്, കിങ് അല്ലാത്ത 3 എണ്ണം വേണം. ആൻഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. നോക്കുക, കിങ് അല്ലാത്ത 3 എണ്ണം വേണം. നോക്കുക, കിങ് അല്ലാത്ത എത്ര കാർഡ്സ് ഉണ്ട്? 48 കാർഡ്സ് ഉണ്ട്. ഈ 48 കാർഡിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യണം. അപ്പൊ 48 കാർഡിൽ നിന്ന് 3 എണ്ണം എത്ര രൂപത്തിൽ സെലക്ട് ചെയ്യുക? 48C3 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എപ്പോഴും നമ്മൾ ടോട്ടൽ എഴുതാം. ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ എഴുതാം. ടോട്ടൽ എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. ടോട്ടൽ 52 കാർഡ്സിൽ നിന്ന് നമ്മൾ എത്ര എണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്? 7 കാർഡ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. അത് എത്ര രൂപത്തിലാണ് സെലക്ട് ചെയ്യുക? 52C7. ഡിനോമിനേറ്ററിൽ എപ്പോഴും നമ്മൾ ടോട്ടൽ ആണ് എഴുതുക. ടോട്ടൽ 52 കാർഡ്സ് ആൻഡ് ഔട്ട് ഓഫ് ദിസ് 52 കാർഡ്സ് വി ആർ സെലക്ടിങ് 7 കാർഡ്സ്. 7 കാർഡ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ നോക്കുക, ഇതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം എന്നില്ല, കാരണം വലിയ വാല്യൂസ് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഇപ്പം വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഓൾ കിങ്സ്, എല്ലാം കിങ് ആവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 4C4 × 48C3 ഡിവൈഡഡ് ബൈ 52C7. നോക്കുക, ഇവിടെ ആണെങ്കിലോ 3 കിങ് ആവണം. 3 കിങ് ആവാനുള്ള പോസിബിലിറ്റി. 3 കിങ് ആവണം എന്ന് പറഞ്ഞാൽ 3 കിങ്ങും ബാക്കി 4 എണ്ണം എന്താവണം? കിങ് അല്ലാത്തതും ആവണം. ആകെ 7 കാർഡ് എടുക്കുന്നത്. അപ്പൊ നോക്കുക, 3 കിങ് എടുക്കണം. ഈ 3 കിങ് എടുക്കുന്നത് എഴുതുന്നേ പറ്റുള്ളൂ? കിങ് കാർഡ്സിനെ പറ്റുള്ളൂ. കിങ്സ് എത്ര കാർഡ്സ് ഉണ്ട്? 4 കാർഡ്സ് ഉണ്ട്. അപ്പൊ ആ 4 കാർഡ്സിൽ നിന്ന് 3 കിങ് കാർഡ് എങ്ങനെ എടുക്കുക? 4C3 ബേസിൽ എടുക്കുക. ഇവിടെ 4 കിങ് കാർഡ് ഉണ്ട്, അത് 4 എടുക്കണം. കാരണം ഇവിടെ ഓൾ കിങ്സ് എന്നാ പറയുന്നത്. എല്ലാം കിങ് ആവണം, എല്ലാ കിങ്ങും അതിലുണ്ടാവണം. അപ്പൊ ബാക്കി 3 എണ്ണം കിങ് അല്ലാതെ വരണം. ഇവിടെ 3 കിങ്ങും ബാക്കി 4 എണ്ണം കിങ് അല്ലാത്തതും വേണം. അപ്പൊ നമുക്ക് 4 കിങ് ഉണ്ട്, അതിൽ നിന്ന് 3 കിങ് നമ്മൾ എത്ര ബേസിലാണ് സെലക്ട് ചെയ്യുക? 4C3. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 4 നോൺ കിങ്സ്, കിങ് അല്ലാത്ത 4 എണ്ണം വേണം. കിങ് അല്ലാത്ത എത്ര കാർഡ്സ് ഉണ്ട്? 48 കാർഡ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് 4 എണ്ണം എങ്ങനെ സെലക്ട് ചെയ്യുക? 48C4 ഡിവൈഡ് ബൈ ടോട്ടൽ ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെയും വരിക. 52 കാർഡ്സ് ഉണ്ട്, അതിൽ നിന്ന് എത്ര എണ്ണം സെലക്ട് ചെയ്യണം? 7 കാർഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ P3 കിങ്സ്, അതിൽ 3 കിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 4C3 × 48C4 ബൈ 52C7. നോക്ക്, ഇത് മോഡൽ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് HSC മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും സെയിം ടൈപ്പ് ആണ്. ഇവിടെ നോക്ക്, എ കമ്മിറ്റി ഓഫ് 2 persons ഈസ് സെലക്ടഡ് ഫ്രം 2 men and 2 women. ഇവിടെ എന്തൊക്കെയാണുള്ളത്? 2 men and 2 women. ഇതിൽ നിന്നും എത്ര പേരെ സെലക്ട് ചെയ്യണം? 2 പേരുള്ള ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യണം. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് 1 man 2 men? അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റിയിൽ ഒരു പുരുഷൻ ഉണ്ടാവാനുള്ള സാധ്യത, പിന്നെ 2 പുരുഷന്മാരും ഉണ്ടാവാനുള്ള സാധ്യത. നമുക്ക് 2 പേരുടെ, ഈ 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ട്. അതിൽ നമ്മൾ എത്ര പേരെ സെലക്ട് ചെയ്യണം? 2 പേരെ സെലക്ട് ചെയ്യണം. അതിൽ ഒരു പുരുഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? P of 1 man and 1 woman എന്നല്ല അർത്ഥം അല്ലേ? 2 പേരെ സെലക്ട് ചെയ്യണം, അതിൽ ഒരു പുരുഷൻ ഉണ്ടാവണം. അതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാ ചോദ്യം. ഒരു പുരുഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടാമത്തെ ആരാവണം? സ്ത്രീ ആവണം. അപ്പൊ നമുക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീയും വേണം. ആകെ എത്ര പുരുഷന്മാരുണ്ട്? 2 പുരുഷന്മാരുണ്ട്. അതിൽ നിന്നും ഒരു പുരുഷനെ സെലക്ട് ചെയ്യണം. അപ്പൊ എത്ര രൂപത്തിലുള്ള സെലക്ട് ചെയ്യുക? 2C1 ഇൻറ്റു ആൻഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 1 വുമൺ. എത്ര വുമൻസ് ഉണ്ട്? 2 വുമൺ. അപ്പൊ അതിലെത്ര വുമൺ വേണം? ഒരു വുമൺ വേണം. അപ്പോൾ 2 നിന്നും ഒരു വുമണിനെ 2C1 ബേസിൽ സെലക്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ ആണ് എഴുതുക. ടോട്ടൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. അതിൽ നമ്മൾ ടോട്ടൽ എത്ര പേരെ സെലക്ട് ചെയ്യണം? 2 പേരെ സെലക്ട് ചെയ്യണം. കമ്മിറ്റി ഓഫ് 2 persons ആണ്. അപ്പോൾ ടോട്ടൽ 4 പേരുണ്ട്. ആ 4 പേരിൽ നിന്നും 2 പേരെ എത്ര രൂപത്തിലാണ് സെലക്ട് ചെയ്യുക? 4C2 ബേസിലാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ 2C1 NC1 എന്ന് പറഞ്ഞാൽ എന്നാണ്? അപ്പോൾ 2C1 എത്രയാണ്? 2. അപ്പോൾ 2 × 2. അപ്പോൾ ഇവിടെ 2 × 2 ഡിവൈഡഡ് ബൈ 4C2. 4C2 നമ്മൾ എങ്ങനെയാണ് കാണാം? 4C2 എന്ന് പറഞ്ഞാൽ 4C2 എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? 4 × 3 ഡിവൈഡ് ബൈ 1 × 2. 4C2 എന്ന് പറഞ്ഞാൽ 4 മുതൽ താഴേക്ക് 2 എണ്ണം എഴുതുക, 4 3 എഴുതുക, 4 × 3 ബൈ 1 മുതൽ 2 വരെ. ഇവിടെ 2 ആയതുകൊണ്ട് 1 മുതൽ 2 വരെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഈ 2ഉം 4 ക്യാൻസൽ ചെയ്താൽ 2, 3 × 2 6 കിട്ടും. അപ്പോൾ 2 × 2 4/6. അപ്പോൾ 4/6 ആയി. 2ഉം 6 ക്യാൻസൽ ചെയ്താൽ 3. അപ്പോൾ
2/3. ഇനി രണ്ടാമത്തെ നോക്ക്, 2 പുരുഷന്മാരും വേണം. നോക്ക്, ഇവിടെ ആകെ 2 പുരുഷന്മാരേ ഉള്ളൂ. 2 പേരെയാണ് നമുക്ക് 2 പേരുള്ളൊരു കമ്മിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഈ 2 പുരുഷന്മാരെയും സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ 2 പുരുഷന്മാരിൽ നിന്നും ഈ 2 പേരെയും സെലക്ട് ചെയ്യണം. അപ്പോൾ 2 പേരടങ്ങുന്ന P(2) men അല്ലേ? 2 പുരുഷന്മാരുണ്ട്. ആ 2 പുരുഷന്മാരിൽ നിന്നും ആ 2 പേരെയും സെലക്ട് ചെയ്യണം. എത്ര രൂപത്തിലുള്ള സെലക്ട് ചെയ്യുക? 2C2 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ വരിക. ആകെ 4 പേരുണ്ട്. 4 പേരിൽ നിന്ന് 2 പേരെ എത്ര രൂപത്തിൽ സെലക്ട് ചെയ്യുക? 4C2. നമുക്ക് 2C2 NCN എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? 1 ആണെന്ന് അറിയാം. 2C2 3C3 4C4 ഇതൊക്കെ എന്താണ്? 1 ആണ്. സോ ദിസ് ഈസ് 1 ഡിവൈഡഡ് ബൈ 4C2 വാല്യൂ നമുക്ക് നേരത്തെ കിട്ടി. 4C2 നമുക്ക് എത്ര കിട്ടിയത്? 6 ആണ്. അപ്പോൾ ഇത് 1/6. അപ്പോൾ നമുക്ക് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ 2020 മാർച്ച് 2020. അടുത്ത് നോക്കാം, PF(A) യൂണിയൻ B. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓർ ആണ്, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണെന്ന് മനസ്സിലാക്കുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക? ഓർ ആണെന്ന് മനസ്സിലാക്കുക. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ PF(A) യൂണിയൻ B എന്ന് പറഞ്ഞാൽ PF(A) or B. എയോ ബിയോ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള പോസിബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? PF(A) + PF(B) - PF(A) ഇന്റർസെക്ഷൻ B. ഇതിൽ നമുക്ക് PF(A) ഇന്റർസെക്ഷൻ B കാണുന്ന ഫോർമുലയും എഴുതാം. PF(A) ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ PF(A) ആൻഡ് B എന്നർത്ഥം. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓർ, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻഡ്. PF(A) ആൻഡ് B എന്ന് പറഞ്ഞാൽ എന്നർത്ഥം എയും ബിയും രണ്ടും ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യത. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇതിൽ നിന്ന് PF(A) ഇന്റർസെക്ഷൻ B ഇങ്ങോട്ട് എടുത്താൽ മതി, ഇതിനെ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ PF(A) ഇന്റർസെക്ഷൻ B എങ്ങനെ വരും? PF(A) + PF(B). ഈ PF(A) യൂണിയൻ B ഇവിടെ എടുത്തുണ്ടാവും -PF(A) യൂണിയൻ B. അപ്പോൾ നമുക്ക് PF(A) യൂണിയൻ ബിയും PF(A) ഇന്റർസെക്ഷൻ ബിയും കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്. രണ്ടും സെയിം ഫോർമുല തന്നെയാണ്. ഇനി എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് വിചാരിക്കുക. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന അർത്ഥം ഒരുമിച്ച് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഇവന്റ്സ്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഒരുമിച്ച് സംഭവിക്കുകയെങ്കിൽ A ഇന്റർസെക്ഷൻ B എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഒരുമിച്ച് സംഭവിക്കില്ലെങ്കിൽ ഒരുമിച്ച് സംഭവിക്കാനുള്ള പോസിബിലിറ്റി PF(A) ഇന്റർസെക്ഷൻ B പ്രോബബിലിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ PF(A) ഇന്റർസെക്ഷൻ B 0 ആണെങ്കിൽ PF(A) യൂണിയൻ B അല്ലെങ്കിൽ PF(A) or B എന്തേ ഉണ്ടാവുള്ളൂ? PF(A + PF(B) എന്നേ ഉള്ളൂ. ഇത് എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ PF(A) യൂണിയൻ B എങ്ങനെ കണ്ടാൽ മതി? PF(A + PF(B) മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും അതുപോലെ ഇതും ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും കാണാൻ ഇത് ഉപയോഗിച്ചോട്ടും ഇത് ഉപയോഗിച്ചോട്ടും. PF(A) ആൻഡ് (B) അതും ചോദിക്കാറുണ്ട്. PF(A) എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെന്റ് അർത്ഥം. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്റർസെക്ഷൻ. PF(A) കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ. (B) എന്ന് പറഞ്ഞാൽ എന്താ? B കോംപ്ലിമെന്റ്. B സംഭവിക്കാതിരിക്കുക. അപ്പോൾ PF(A) കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എയും സംഭവിക്കരുത് ബിയും സംഭവിക്കരുത്. അതായത് (A and B). എയും സംഭവിക്കരുത് ബിയും സംഭവിക്കരുത്. അതിനുള്ള പ്രോബബിലിറ്റി PF(A) കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ്. ഒന്നുകിൽ നിങ്ങളോട് ഇങ്ങനെയാണ് ചോദിക്കുക, PF(A and B) എന്ന് ചോദിക്കും, അല്ലെങ്കിൽ PF(A) കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് കാണാൻ പറയും. രണ്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 - PF(A) യൂണിയൻ B കണ്ടാൽ മതി. അപ്പോൾ PF(A and B) അല്ലെങ്കിൽ PF(A) കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1 - PF(A) യൂണിയൻ B കണ്ടാൽ മതി. A യൂണിയൻ B കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? PF(A + PF(B) - PF(A) ഇന്റർസെക്ഷൻ B. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഒരു മോഡലായിട്ട് 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. HSC മാർച്ച് 2018 ചോദിച്ച ക്വസ്റ്റ്യനും മാർച്ച് 2020 ചോദിച്ച ക്വസ്റ്റ്യനും നോക്കാം. PF(A) 1/4, PF(B) 1/2, PF(A) ഇന്റർസെക്ഷൻ B 1/6. ഫൈൻ PF(A or B). PF(A or B എങ്ങനെ കണ്ടുപിടിക്കുക? PF(A + PF(B) - PF(A) ഇന്റർസെക്ഷൻ B. എല്ലാം ഇവിടെ തന്നിട്ടുണ്ടല്ലോ. PF(A or B) = എങ്ങനെ എഴുതുക? PF(A) എത്രയാണ്? 1/4 പ്ലസ് PF(B) എത്രയാണ്? 1/2 മൈനസ് PF(A ഇന്റർസെക്ഷൻ B). PF(A ഇന്റർസെക്ഷൻ B എത്രയാണ്? 1/6. അപ്പോൾ ഇവിടെ 6 12 LCM എടുക്കാം. ഇവിടെ 12 LCM എടുത്തു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ ഡിനോമിനേറ്ററും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 വിട്ടു നോക്കുക. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ 4 × 3 അല്ലേ 12. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 3 3 പ്ലസ് 2 × 6 ആണ് 12. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 6 6 മൈനസ് ഈ 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് 12 കിട്ടുക. അപ്പോൾ ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 × 2 2. അപ്പോൾ 6 + 3 9 9 - 2 7 7/12 എന്ന് കിട്ടും.
പി എഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി, പി എഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി, പി എഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എങ്ങനെയാണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എങ്ങനെയാണ്? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ആണ്. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഓർ ബി അല്ലേ? പി ഓഫ് എ ഓർ ബി എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ആണ്. അത് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഓർ ബി തന്നെയാണ്. പി ഓഫ് എ ഓർ ബി ആണ് പി ഓഫ് എ യൂണിയൻ ബി. അത് നമുക്ക് എത്ര കിട്ടി? 7/12 കിട്ടി. 1 മൈനസ് 7/12. ഇവിടെ 12 LCM എടുത്താൽ ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യാം, അത് മൈനസ് ചെയ്യാം. അങ്ങനെ വേണ്ടത് 12 × 1 12, 12 മൈനസ് 7 5. അപ്പോൾ 5/12. ഓക്കെ, ഇത് ഇതേപോലെ തന്നെയാണ്. പി എഫ് ഇ 1/4. ഇവിടെ എക്കും ബിക്കും പകരം ഇവിടെ ഇയും എഫും ആണെന്ന് തന്നിട്ടുള്ളൂ അല്ലേ? നോക്കുക, പി എഫ് ഇ 1/4, പി എഫ് എഫ് 1/2, പി എഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്രയാണ്? 1/8. ഫൈൻ പി എഫ് ഇ ഓർ എഫ്. പി എഫ് ഇ ഓർ എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? പി എഫ് ഇ പ്ലസ് പി എഫ് എഫ് മൈനസ് പി എഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. ഇതെല്ലാം തന്നിട്ടുണ്ട്. പി എഫ് ഇ 1/4 പ്ലസ് പി എഫ് എഫ് 1/2 മൈനസ് പി എഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എത്രയാണ്? 1/8. അത് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ആൻസർ 5/8 കിട്ടും. പി എഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് എങ്ങനെ കണ്ടുപിടിക്കുക? പി എഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി എഫ് എ യൂണിയൻ ബി ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1 മൈനസ് പി എഫ് ഇ യൂണിയൻ എഫ്. 1 മൈനസ് പി എഫ് ഇ യൂണിയൻ എഫ്. 1 മൈനസ് പി എഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ ഇ ഓർ എഫ്. അപ്പോൾ 1 മൈനസ് ഇത് ചെയ്താൽ പി എഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് കിട്ടും. 1 മൈനസ് 5/8 കിട്ടും. 1 മൈനസ് 5/8 എത്രയാണ്? 3/8. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ സ്വന്തം ഈ ഇക്വേഷൻ ഇത് ചെയ്ത് നോക്കാം. ഈ 5/8ഉം 3/8ഉം ആൻസർ കിട്ടും. ഇത് 2018-ലും 2020-ലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 ഫ്രൈഡേസ് ഇൻ എ ലീപ്പ് ഇയർ. ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ അധിവർഷം. ഒരു അധിവർഷത്തിൽ 53 ഫ്രൈഡേസ് ഉണ്ടാവാനുള്ള സാധ്യത. ഇത് നോർമൽ ഇയറിന്റെ കേസിലും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 ഫ്രൈഡേസ് ഇൻ എ നോർമൽ ഇയർ? അത് ഫ്രൈഡേ ആണെങ്കിലും സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും ഏത് ഡേ ആണെങ്കിലും സെയിം തന്നെയാണ് വരിക. അപ്പോൾ നോക്ക്, ലീപ്പ് ഇയറിന്റെ കേസ് എടുക്കുന്ന ആദ്യം. ഒരു ലീപ്പ് ഇയറിൽ ഒരു അധിവർഷത്തിലെ 53 ഫ്രൈഡേസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദ്യം. അധിവർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസങ്ങളാണ് ഉണ്ടാവുക? 366 ദിവസങ്ങളാണ് ഉണ്ടാവുക. അതിന് നമുക്ക് 52 × 7 + 2. 52 × 7 എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉണ്ടാവുക. അപ്പോൾ 52 × 7 എന്ന് പറഞ്ഞാൽ 52 വീക്സ് ഉണ്ടാവും. 52 ആഴ്ചകളും പിന്നെ ഒരു 2 ഡേ ബാക്കി ഉണ്ടാവും. 2 എക്സ്ട്രാ ഡേയ്സും കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ലീപ്പ് ഇയർ 366 ദിവസമാണ്. അപ്പോൾ 366 ദിവസമാണ് ലീപ്പ് ഇയറിൽ ഉണ്ടാവുക, അധിവർഷത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അധിവർഷത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? 52 പൂർണ്ണമായിട്ടുള്ള ആഴ്ചകളും 2 ദിവസം എക്സ്ട്രാ ഡേ ഉണ്ടാവും. 2 എക്സ്ട്രാ ഡേ ഉണ്ടാവും. നമുക്ക് 52 ആഴ്ചകൾ ഉണ്ടെങ്കിൽ 53 ഫ്രൈഡേ ഉണ്ടാവും. ഓരോ ആഴ്ചയിലും ഓരോ ഫ്രൈഡേ ഉണ്ടാവില്ലേ? അപ്പോൾ 52 ആഴ്ചകൾ ഉണ്ടെങ്കിൽ 52 ഫ്രൈഡേ എന്തായാലും ഉണ്ടാവും. അപ്പോൾ 53 ഫ്രൈഡേ ഉണ്ടാവണമെങ്കിൽ ഈ 2 എക്സ്ട്രാ ഡേയിൽ 1 എന്താവണം? ഫ്രൈഡേ ആവണം. മനസ്സിലായല്ലോ പറഞ്ഞത്? 52 ആഴ്ചകളുണ്ട്, പിന്നെ 2 എക്സ്ട്രാ ഡേ ഉണ്ട്. 52 ആഴ്ചകൾ ഉണ്ടെങ്കിൽ 52 ഫ്രൈഡേ എന്തായാലും ഉണ്ടാവും. ഒരാഴ്ചയിൽ ഒരു ഫ്രൈഡേ. അപ്പോൾ 53 ഫ്രൈഡേ ഉണ്ടാവണമെങ്കിൽ ഈ 2 എക്സ്ട്രാ ഡേയ്സ് വരുന്നതിൽ 1 എന്താവണം? ഫ്രൈഡേ ആവണം. 2 എക്സ്ട്രാ ഡേയ്സ് എന്തൊക്കെയാവാം? ഒന്നുകിൽ ആ 2 എക്സ്ട്രാ അധികമായിട്ട് വരുന്ന 2 ദിവസങ്ങൾ സൺഡേയും മൺഡേയും ആവാം, അല്ലെങ്കിൽ മൺഡേയും ട്യൂസ്ഡേ ആവാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ ആവാം, അല്ലെങ്കിൽ വെനസ്ഡേ തേഴ്സ്ഡേ ആവാം, അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ ആവാം, അല്ലെങ്കിൽ ഫ്രൈഡേയും സാറ്റർഡേ ആവാം, അല്ലെങ്കിൽ സാറ്റർഡേയും സൺഡേ ആവാം. ഇത് കഴിഞ്ഞാൽ സൺഡേയും മൺഡേ ഇതല്ലേ വരിക. അപ്പോൾ ഇതിൽ 52 ആഴ്ചകൾ ഉള്ളതുകൊണ്ട് 52 ഫ്രൈഡേ എന്തായാലും ഉണ്ടാവണം. 53 ഫ്രൈഡേ ഉണ്ടാവണമെങ്കിൽ ഈ 2 എക്സ്ട്രാ ഡേയ്സിൽ 1 ഫ്രൈഡേ ആവണം. 2 എക്സ്ട്രാ ഡേയ്സിൽ 1 ഫ്രൈഡേ ഉണ്ടാവുന്നത് നമുക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ, ഇവിടെ ഒരു 1 ഫ്രൈഡേ ആണ്. അല്ലെങ്കിൽ ഫ്രൈഡേ സാറ്റർഡേ, ഇവിടെ 1 ഫ്രൈഡേ ആണ്. അപ്പോൾ എത്ര കേസേ ഉള്ളൂ? ഈ ഒരു കേസും ഈ ഒരു കേസും. ആകെ 2 കേസിലെ ഫ്രൈഡേക്ക് ഫേവറബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഏത് ഡേക്കും ഫേവറബിൾ ആയിട്ടുള്ള 2 കേസേ ഉണ്ടാവുള്ളൂ. ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്രയാണ്? 1 2 3 4 5 6 7. അപ്പോൾ 2/7. ഇനി ഇതൊരു നോർമൽ ഇയറിലാണ് ക്വസ്റ്റ്യൻ എങ്കിലോ എങ്ങനെയും ചോദിക്കാറുണ്ട്. ഇതൊക്കെ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 ഫ്രൈഡേസ് ഇൻ എ നോർമൽ ഇയർ എന്നാണ് ക്വസ്റ്റ്യൻ വിചാരിക്കുക. നോർമൽ ഇയറിലാണെങ്കിൽ എത്ര ഡേയ്സേ ഉണ്ടാവുള്ളൂ? 366 ഉണ്ടാവില്ല, 365 ഡേയ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 52 × 7 + 1. 52 × 7 എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 7 ദിവസമല്ലേ? അപ്പോൾ 52 വീക്സ്. 52 വീക്സ് ഉണ്ടാവും. പിന്നെ 2 എക്സ്ട്രാ ഡേ ഉണ്ടാവില്ല, ഒരു എക്സ്ട്രാ ഡേ ഉണ്ടേ ഉള്ളൂ. 52 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 364. 364 + 1 ആണ് 365. അപ്പോൾ ഒരു എക്സ്ട്രാ ഡേ ഉണ്ടാവുള്ളൂ. ആ ഒരു എക്സ്ട്രാ ഡേ 52 × 7 എന്ന് പറഞ്ഞാൽ 52 ഫ്രൈഡേസ് എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു എക്സ്ട്രാ ഡേയിൽ 1 ഫ്രൈഡേ ആവണം, എന്നാലേ 53 ഫ്രൈഡേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു എക്സ്ട്രാ ഡേ ഉണ്ടാവുക. ആ ഒരു എക്സ്ട്രാ ഡേ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. 52 ഫ്രൈഡേസ് എന്തായാലും ഉണ്ടാവും.
അപ്പോൾ ഒരു എക്സ്ട്രാ ഡേ എന്തൊക്കെയാവാം? അധികമായിട്ട് വരുന്ന ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ ഡേ സൺഡേ ആവാം, അല്ലെങ്കിൽ അത് മൺഡേ ആവാം, അല്ലെങ്കിൽ ട്യൂസ്ഡേ ആവാം, അല്ലെങ്കിൽ വെനസ്ഡേ ആവാം, അല്ലെങ്കിൽ തേഴ്സ്ഡേ ആവാം, അല്ലെങ്കിൽ ഫ്രൈഡേ ആവാം, അല്ലെങ്കിൽ സാറ്റർഡേ ആവാം, അല്ലേ? അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഡേ ഫ്രൈഡേ ആണെങ്കിൽ 53 ഫ്രൈഡേസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 52 ഫ്രൈഡേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഡേ ഫ്രൈഡേ ആവാൻ അതിന് എത്ര പോസിബിലിറ്റി ഉണ്ട്? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ ഫ്രൈഡേക്ക് ഒരൊറ്റ കേസേ ഉള്ളൂ. 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എത്രയാണ്? 1 2 3 4 5 6 7. അപ്പോൾ 1/7. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കാം. ലീപ്പ് ഇയർ ആണെങ്കിൽ 53, ഏതെങ്കിലും ഒരു ഡേ, ഏത് ഡേ ആണെങ്കിലും 53 ഉണ്ടാവാനുള്ള പോസിബിലിറ്റി 2/7. നോർമൽ ഇയർ ആണെങ്കിൽ എത്രയായിരിക്കും? 1/7 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം 52 കാർഡ്സ്. 52 കാർഡിൽ നിന്നും ഒരു കാർഡ് എടുക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് കാർഡ് ഓർ കിങ്? ഒന്നുകിൽ റെഡ് അല്ലെങ്കിൽ കിങ് ആവാനുള്ള പോസിബിലിറ്റി. നമുക്ക് 52 കാർഡിൽ നിന്ന് നമ്മൾ ഒരു കാർഡേ എടുക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു ഒന്നിലധികം കാർഡുകൾ ഒക്കെ എടുക്കുന്ന കേസിലാണ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കണ്ട് കോമ്പിനേഷൻ റിസൾട്ട് ഉപയോഗിച്ചു. ഇവിടെ ഒരു കാർഡേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രോബബിലിറ്റി യൂസ് ചെയ്താൽ മതി, കോമ്പിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 2 ഇവന്റ്സ് ആണ്, റെഡ് കാർഡും കിങ്ങും. അപ്പോൾ റെഡ് കാർഡ് കിട്ടുക എന്ന് പറഞ്ഞ ഇവന്റിന് നമ്മൾ R ഡിനോട്ട് ചെയ്യാം. കിങ് എടുക്കുക എന്ന് പറഞ്ഞ ഇവന്റിന് നമ്മൾ എന്തെടുക്കാം? K എന്നെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നിൽ റെഡ് കാർഡ് കിട്ടണം, അല്ലെങ്കിൽ കിങ് കിട്ടണം. ഒന്നിൽ R കിട്ടണം, അല്ലെങ്കിൽ കിങ് കിട്ടണം. റെഡ് കാർഡ് ഓർ കിങ്. അപ്പോൾ P ഓഫ് R ഓർ K അല്ലേ നമുക്ക് വേണ്ടത്? P ഓഫ് R ഓർ K എന്ന് പറഞ്ഞാൽ എന്തിനാണ്? P ഓഫ് R യൂണിയൻ K ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെ കണ്ടുപിടിക്കുക? P ഓഫ് R പ്ലസ് P ഓഫ് K മൈനസ് P ഓഫ് A യൂണിയൻ B എങ്ങനെയാ? P ഓഫ് A പ്ലസ് P ഓഫ് B മൈനസ് P ഓഫ് A ഇന്റർസെക്ഷൻ B. P ഓഫ് R ഇന്റർസെക്ഷൻ K. ഇവിടെ എക്കും ബിക്കും പകരം ആറും K ആണെന്നേ ഉള്ളൂ. നോക്കുക, P ഓഫ് റെഡ്, P ഓഫ് R എന്ന് പറഞ്ഞാൽ എന്താണ്? P ഓഫ് റെഡ് കാർഡ്. റെഡ് കാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എത്രയാ? റെഡ് കാർഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? റെഡ് കാർഡിന്റെ എണ്ണം ബൈ ടോട്ടൽ കാർഡിന്റെ എണ്ണം. റെഡ് കാർഡ് ആകെ എത്ര ഉണ്ട്? റെഡ് കാർഡ്സ് ഏതൊക്കെ സ്യൂട്ടിലാണ് ഉണ്ടാവുക? ഡയമണ്ടും ഹാർട്ടും. 13 ഡയമണ്ടും ഉണ്ടാവും, 13 ഹാർട്ടും ഉണ്ടാവും. അപ്പോൾ റെഡ് കാർഡ് ഡയമണ്ടും ഹാർട്ടും ആണ്. അത് ആകെ 26 എണ്ണം ഉണ്ടാവും. ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ്, ഡിനോമിനേറ്ററിൽ എപ്പോഴും ടോട്ടൽ ആയില്ല. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാണ്? 52 കാർഡ്സ് ആണുള്ളത്. പ്ലസ് കിങ് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പോൾ കിങ്ങിന്റെ എണ്ണം ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ്. കിങ്ങിന്റെ എണ്ണം, കിങ് കിട്ടാനുള്ള പോസിബിലിറ്റി പറഞ്ഞാൽ കിങ് 4 എണ്ണേ ഉള്ളൂ. ഓരോ സ്യൂട്ടിലും ഓരോ കിങ് ഉണ്ടാവുക. അപ്പോൾ 4 സ്യൂട്ടാണ് ഉണ്ടാവുക. ആ 4 സ്യൂട്ടിലും ഓരോ കിങ് ഉണ്ടാവുക. 4 സ്യൂട്ട് ഏതൊക്കെയാണ്? ക്ലബ്ബ്, സ്പേഡ്, ഹാർട്ട്, ഡയമണ്ട്. അപ്പോൾ 4 സ്യൂട്ടിൽ ഓരോ സ്യൂട്ടിലും ഓരോ കിങ് ഉണ്ടാവുക. അപ്പോൾ ആകെ കിങ്ങിന്റെ എണ്ണം 4. ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എപ്പോഴും 52. ഡിനോമിനേറ്ററിൽ എപ്പോഴും നമ്മൾ ടോട്ടൽ എഴുതാം. മൈനസ് P ഓഫ് R ഇന്റർസെക്ഷൻ K എന്ന് പറഞ്ഞാൽ R ആൻഡ് K എന്നർത്ഥം. R ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡ്. R ആൻഡ് K, അതായത് റെഡും ആവണം, എന്തും ആവണം? കിങ്ങും ആവണം. റെഡും കിങ്ങും ആയിട്ടുള്ള എത്ര കാർഡ്സ് ഉണ്ട്? നമുക്ക് റെഡ് കാർഡ് ഏതൊക്കെയുള്ളൂ? ഏതൊക്കെയാണ്? ഡയമണ്ടും ഹാർട്ടുമാണ് റെഡ് കാർഡ്സ്, അല്ലേ? റെഡ് കാർഡും ആവണം, കിങ്ങും ആവണം. റെഡ് കാർഡ് ആവണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഡയമണ്ട് ആവണം, അല്ലെങ്കിൽ ഹാർട്ട് ആവണം. ഡയമണ്ടിൽ ഒരു കിങ്ങേ ഉണ്ടാവുള്ളൂ, ഹാർട്ടിലും ഒരു കിങ്ങേ ഉള്ളൂ. അപ്പോൾ റെഡുമാണ് കിങ്ങുമാണ്. അങ്ങനെയുള്ള എത്ര കാർഡ്സേ ഉണ്ടാവുള്ളൂ? 2 കാർഡ്സേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാ? കിങ് ഓഫ് ഡയമണ്ട് ആൻഡ് കിങ് ഓഫ് ഹാർട്ട്. ഡയമണ്ട് കിങ്ങും ഹാർട്ട് കിങ്ങും, അങ്ങനെ 2 കാർഡേ ഉണ്ടാവുള്ളൂ. റെഡും കിങ്ങും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള 2 കാർഡേ ഉള്ളൂ. ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയാ? 52. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ 52 ആണ്. അപ്പോൾ 26ഉം 4 30. 30ൽ 2 കുറച്ചാൽ എത്ര കിട്ടുക? 28. അപ്പോൾ 28/52 എന്ന് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് പ്രോബബിലിറ്റി. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് +1 എക്സാമിനേഷൻ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ആ +1 എക്സാമിനേഷനിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ടുള്ള മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി അങ്ങോട്ട് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ചാപ്റ്ററിൻ്റെ ഒരു ഫുൾ റിവിഷൻ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.